സംഭവം രണ്ടുപേര് കാണിക്കുന്നതും തെണ്ടിത്തരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അശ്വതി ശ്രീകാന്ത് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മകള് ചോദിച്ചിരിക്കുകയാണ്, എന്തിനാണ് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ചെറിയ പ്രായത്തിലുള്ള കാഴ്ചകൾ നാട്ടുകാരെ കാണിച്ചത് എന്ന് പച്ചയിൽ ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ബുദ്ധി വന്നപ്പോഴാണ് അതിന് മനസ്സിലാകുന്നത് തൻ്റെ അമ്മയും അച്ഛനും തന്നെ വെച്ച് കാശുണ്ടാക്കുകയായിരുന്നു, അവരുടെ തോന്നിയവാസമാണ് കാണിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പേളി മാണിയായാലും പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ദിയാ കൃഷ്ണയായാലും, കൃഷ്ണകുമാറിൻ്റെ മകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദിയാ കൃഷ്ണയൊക്കെ കാണിക്കുന്നത് ഇമ്മാതിരി കോപ്രായങ്ങൾ തന്നെയാണ്. അതായത് കുട്ടികളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക, കുട്ടികളുടെ ഇത് കാണിക്കുക, അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതും അവരെ ഉറക്കുന്നതും അവരെ താരാട്ട് പാടുന്നതുമായിട്ടുള്ള ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം നേടാൻ അവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഈ ഒരു വക കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരാൾ പോലും ഇവരൊന്നും വീഡിയോ കാണാനുണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ദിയാ കൃഷ്ണയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പേളി മാണിയും തമ്മിലടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തും കാണിക്കും, നീ ആരുടെ അത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടുപേര് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടി ജനിച്ച് ഇനി വലുതായി കഴിഞ്ഞാലാന്ന് ചോദിക്കുക. ദിയാകൃഷ്ണയാണെങ്കിൽ ഇതൊരു ബിസിനസ് പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തൊരാൾ പോലും പ്രസവിക്കാത്തതുപോലെയും ലോകത്തൊരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കുഞ്ഞുങ്ങളെ നോക്കാത്തതുപോലെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഇവർ പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ലോകത്തൊരാൾ പോലും ഇനി പ്രസവിക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി പറച്ചിലാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് എന്തൊക്കെയോ അങ്ങ് നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിൻ്റെ അകത്തോട്ട് വരുന്ന ഡോളറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും നല്ലോണം ആൾക്കാർ ഇത് കാണാനുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കുറച്ച് ഗുണമുണ്ട് എന്നിവർക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം ജനങ്ങളെ എല്ലാവരെയും ഇവർ വിഡ്ഢികളാക്കുന്നതാണ്. അതായത് ഈ ദിയാകൃഷ്ണയെ പോലെ അത്ര സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോലും പോകാൻ കഴിവില്ലാത്ത ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ പ്രസവിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ദിയാകൃഷ്ണ മാത്രമല്ല ലോകത്ത് കുട്ടികളെ വളർത്തുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അവർ പറയുന്ന കേട്ട് അവരിക്കും അയ്യോ എൻ്റെ കുട്ടികളെ ഉമ്മ വെക്കരുത്, എൻ്റെ കുട്ടികളെ ആരും തൊടരുത്, എൻ്റെ കുട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ അമ്മച്ചിയാണെങ്കിൽ പറയാനില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ മൊത്തം പൊങ്ങച്ചം തന്നെയാണ് പറയുന്നത്. എന്നിട്ടും ഇത് കാണാനും ലൈക്ക് അടിക്കാനും കുറേ ആൾക്കാരും. അതുകൊണ്ട് ഈ ലൈക്ക് അടിക്കുന്ന ടീമിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് വീടില്ലാതെ കൂരയിൽ പോലും പ്രസവിച്ച ആൾക്കാർ കിടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് ഈ ദിയാകൃഷ്ണയെ പോലെയുള്ള ആൾക്കാർ വലിയ എന്തോ ഒരു സംഭവം ചെയ്തതുപോലെ പറയുന്നത്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, പണം തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ആ പ്രസവത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4 മില്യൺ 5 മില്യൺ അങ്ങോട്ട് ആൾ കണ്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലായി. അതിൻ്റെ അകത്തോട്ട് ഇവർക്ക് നല്ലൊരു വരുമാനവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇനി എവിടെ പോയി കഴിഞ്ഞാലും പൈസയും കാര്യങ്ങളും ഒന്നും വേണ്ട, എല്ലാം പ്രമോഷനും ആയിരിക്കും. അല്ലാതെ ഇവരൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലൊന്നും പൈസക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസയും കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താമസിക്കാൻ പോകുന്നതായാലും എന്ത് കാര്യത്തിന് പോകുന്നതായാലും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രമോഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇത് കേട്ടിട്ട് വായും പൊളിച്ചെഴുതിട്ട് എന്നാൽ പിന്നെ ഇവൾ ചെയ്യുന്ന പോലെ ചെയ്യാം, ഇവള് ചെയ്യുന്നത് പോലെ ഒരു കാര്യം ഞാൻ കുട്ടികളെ വീഡിയോ 4 പോട്ടെ എന്ന് കരുതി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, കുറേ കഴിഞ്ഞാൽ ഈ കുട്ടികൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറയേണ്ടി വരും. അതായത് ഇവരുടെ ചെറുപ്പകാലം മുഴുവൻ എടുത്തിട്ട് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോപ്രായങ്ങൾ കാണിച്ചോ, പക്ഷെ അധികം അങ്ങനെ കോപ്രായങ്ങളാകരുത്. കാരണം നിങ്ങൾ ഇതിൻ്റെ ബിസിനസ് നിങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ബിസിനസ് സാധ്യതകൾ കാണുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇപ്പോഴും. അതായത് കുട്ടികളാണ് ഇവരുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. ഇപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോട്ടെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കുട്ടികളെ ഇങ്ങനെ കാണിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലാത്തൊരു കേസാണ്. പിന്നെ ഇപ്പോഴും ഇങ്ങനെ തല്ലും പിടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും പ്രത്യേകിച്ച് പിന്നെ ഇവരുടെ കോപ്രായങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയാം, ഇതിൽ ഒറിജിനലാണെന്നാണ്, കുറേ അഭിനയമാണ്. അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരും കാണത്തുള്ളൂ. അല്ലാതെ സ്വന്തം വീട്ടുകാർ പോലും എൻ്റെ കുഞ്ഞിന് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, സ്വന്തം വീട്ടുകാർ തൊടുന്നത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് അനുജത്തി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞമ്മാന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ ഇത് വിളിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളാണ് ഇവരൊക്കെ വെക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ സാധാരണക്കാരെന്താ വിചാരിക്കും, അറിയുക ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ 10 പേരെങ്കിലും ഇത് കേൾക്കുന്നവർ തീരുമാനിക്കും. അവിടെയാണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത്. അവർ വിജയിക്കുക ചെയ്യുന്നപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരൊന്നും സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇവരിങ്ങനെ മെസ്സേജായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്.
അതായത് ഇവരെന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സകല കാര്യവും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഞൊണ്ടിയിടുവോ? ഈ സോഷ്യൽ മീഡിയയിൽ ചുമ്മിയതും തൊപ്പിയതും മുഴുവൻ ഇടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസ്സും അവരുടെ ഡോളറിൻ്റെ ഇതും മാത്രമാണ്. ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറകെ നടന്ന് കുറച്ച് കോപ്രായങ്ങളും കാണിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് അടിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? നെഗറ്റീവിലൂടെ വലിയ ആളാകാൻ നോക്കുക. നെഗറ്റീവ് ആകുമ്പോൾ ഒരുപാട് പേര് കാണും. കുറേ നാളായിട്ട് ദിയാകൃഷ്ണനായിരിക്കും വേണ്ട, അവരുടെ ആ ഒരു ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് വ്യൂസ് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ എന്താ ഈ പേളിമാണിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും. അത് രണ്ടുപേർക്കും ഗുണം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിലൂടെ പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്ന് മാത്രമുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷേ പേളിമാണിയൊക്കെ കുറച്ചും കൂടി ഇതാണെന്ന് ഞാൻ കരുതി. പക്ഷേ അവരും ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ കണ്ടന്റ് മാറ്റി പിടിക്കേണ്ട മക്കളെ, അത് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എപ്പം നോക്കിക്കഴിഞ്ഞാലും ഇമാതിരി കുട്ടികളെ കാര്യവും പറഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലും ആർക്കും ഒരു ഉപകാരമില്ലാത്ത ചില കാര്യങ്ങളും വെറുപ്പിൻ്റെ കാര്യങ്ങൾ വരെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊന്ന് യോജിച്ച പണിയല്ല ഇത്. അതുകൊണ്ട് ഒന്നിക്കലും എന്ന് പറഞ്ഞാൽ പഴയ പോലെയുള്ള വല്ല എന്തെങ്കിലും കണ്ടന്റ് ഇടുക, അല്ലെങ്കിൽ വല്ല ജോലിക്കും പോവുക. ഈ കുട്ടികളെ വെച്ചിട്ട് കുട്ടികളുടെ കാര്യങ്ങളും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതും കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നതും കുട്ടികൾ അങ്ങനെ ചെയ്തു കുട്ടികൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ എല്ലാ സ്ഥലത്തും കുട്ടികളുണ്ട്. എല്ലാവരും കുട്ടികളെ വളർത്തുന്നുണ്ട്. ഇതിലും പരിമിതമായ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സൗകര്യം ഒരു ഗതിയും പരഗതിയില്ലാത്ത ആൾക്കാരുണ്ട്, ഒരു സൗകര്യവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പേർക്കും അറിയാം, ലോകത്തെ വേറെ ആരും വളർത്തുന്നില്ല, നിങ്ങൾ മാത്രം വളർത്തുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിലും അവിടെ എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വളരുന്നുണ്ട്, ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ ഇവരൊന്നും കാര്യങ്ങൾ കണ്ട് അവരൊന്നും പഠിക്കുകയും ചെയ്യരുത്. നിങ്ങളൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതൊന്നും അനുകരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നോക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ താങ്ങില്ല എൻ്റെ പൊന്നു മക്കളെ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. എല്ലാത്തിനും പോയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും നല്ല ചിക്കിളിയും മേടിക്കുന്നുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവർ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടോ എന്തിനധികം പറയുന്നത് ഒരു ബേബി ഫുഡ് പോലെ ഇവർ വാങ്ങിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് ഇവർ കൊടുക്കുന്ന കാണുമ്പോൾ അതൊരു പരസ്യമാണ്, അത് ആ കമ്പനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത്, അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. നമ്മളൊരു ടൈം പാസിന് വേണമെങ്കിൽ ഇത് കാണാം, അല്ലാതെ ഈ ദിയാകൃഷ്ണയും അതുപോലെ പേളിമാണിയും ചെയ്യുന്നതും പറയുന്നതും മുഴുവൻ കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തൊരാളും അനുഭവിക്കാതെ പോലെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രം എന്തോ ഒരു സംഭവവും ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഊളകളുമാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇവരുടെ സംസാരങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇവരൊന്നും പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ അനുകരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരു ഗുണവുമില്ല. എന്തെങ്കിലും ഒരു ഗുണം സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എപ്പം നോക്കിക്കഴിഞ്ഞാലും കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം, അതാണ് മെയിനായി പ്രധാനപ്പെട്ട കണ്ടന്റ്. അതിനേ പൈസയും കിട്ടുള്ളൂ, വേറെ ഒന്നിനും പൈസ കിട്ടൂല. വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നാട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞാൽ ഒന്നും കിട്ടൂല. ഇതിന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുണ്ട്. പക്ഷെ അതാണ് ഞാൻ പറയാം, ആ കുട്ടിയുടെ സ്വകാര്യത തെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഇവർ ചോർത്തിക്കളയല്ലേ ഇന്ന്. അത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ പണ്ട് മുതലേ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ആയാലും മക്കളായി കഴിഞ്ഞാലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇവരുടെ ലോകം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവരുടെ കണ്ടന്റുകൾ. അതുപോലെ തന്നെ ദിയാകൃഷ്ണ ആയിക്കഴിഞ്ഞാലും ആദ്യം ഒരുത്തനെ പ്രണയിച്ചിരുന്നു, അവനെ ചവിട്ടി പുറത്താക്കി, പിന്നെയാണ് വേറൊരുത്തൻ വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തുറന്നു പറയുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് ഇഷ്ടവും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇവരുടെ ബിസിനസ് വളരുന്നതും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും 60 ലക്ഷം പറ്റിച്ച് പോവുകയും ചെയ്തു. അതും നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഈ കുഞ്ഞിനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പരിപാടി വേണ്ട. അതായത് ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പാല് കൊടുക്കാൻ പോകുന്നു, ഞാനിപ്പോഴും അത് ഭക്ഷണം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് എന്തോന്ന് കോപ്രായത്തിലാണ് കാണിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിർത്തുമായിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അറിഞ്ഞം വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.